ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്ഷിക്കപ്പെടുന്ന പ്രായമാണ് അറിവാകുന്ന പ്രായം. ഏത് പ്രായമാ? തിരിച്ചറിവിന്റെ പ്രായം. ആ പ്രായം ഏത് വയസ്സുമാകാം. 5 വയസ്സിൽ തിരിച്ചു പറയാൽ, 10 വയസ്സിൽ തിരിച്ചറിവായാൽ അത് തിരിച്ചറിവിന്റെ പ്രായമാ. പപ്പ പറയാതെ, മമ്മി പറയാതെ, മറ്റാരും പറയാതെ യേശുവിന്റെ ദൈവമെന്ന് അംഗീകരിക്കുവാൻ പ്രാപ്തിയാകുന്ന പ്രായം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാപ്തിയാകുന്ന പ്രായത്തിലകപ്പെട്ട വ്യക്തിയെ ബൈബിൾ വിളിക്കുന്നവരെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവൾ. ഞാൻ ഇന്നലെ ഓർപ്പിച്ചുവല്ലോ, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവൾ എന്നും ഒരുങ്ങിക്കൊണ്ടിരിക്കണം. എന്ത് ചെയ്യണം? എന്നും ഒരുങ്ങിക്കൊണ്ടിരിക്കണം. കാരണം അവളെ വിവാഹം എന്നാകുന്നു നടക്കുന്നതെന്ന് അവൾക്കറിയത്തില്ല, അവളെ വീട്ടുകാർക്കറിയത്തില്ല, അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനും അറിയത്തില്ല. അറിയാവുന്നത് ഒരുവൻ മാത്രം, ചെറുക്കന്റെ പിതാവ് മാത്രം. ഇത് സഭയുമായി ബന്ധത്തിൽ പറഞ്ഞാൽ, കർത്താവായ യേശുവിൻ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിക്ക് യേശുവെന്ന കർത്താവ് സഭയെ വേളി ചെയ്യാൻ പോകുന്ന ദിവസം ഏതെന്ന് അറിയത്തില്ല, കർത്താവിനും അറിയത്തില്ല. അതാ യേശു പറഞ്ഞത്, പിതാവിനല്ലാതെ പുത്രനും കൂടി അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏതു ദിവസം വരുമെന്നറിയാത്തത് കൊണ്ട്, നിനച്ചിരിക്കാത്ത നാഴികയിൽ അവൻ വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഏതു സമയത്തും ഒരുങ്ങിയിരിക്കണം. ആ ഒരുക്കമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഉപദേശങ്ങളുടെ, പ്രമാണങ്ങളുടെ, വ്യവസ്ഥകളുടെ, നിയമങ്ങളുടെ ഒരുക്കം ആണ്. അതിൽ ഒന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ, രക്ഷാനിർണയത്തിന്റെ ഒരുക്കൽ. എന്താ രക്ഷാനിർണയത്തിന്റെ ഒരുക്കൽ എന്ന് പറഞ്ഞാൽ? രക്ഷയ്ക്ക് 3 കാലമുണ്ട്. 3 കാലം. 1 രക്ഷിക്കപ്പെട്ടു, 2 രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, 3 രക്ഷിക്കപ്പെടും. ഒറ്റ വാക്കി പറയാം, റോമർ 10:9 യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടു. കണ്ടോ? രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെടും എന്നല്ലേ? രക്ഷിക്കപ്പെടും. അപ്പസ്തോല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് ദിവസം പ്രതി, ദിനം പ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി ദിനം പ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അടുത്തത് വിശുദ്ധ ബൈബിളിൽ ലേഖകൻ പറയുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, മരണമാദ്യമെങ്കിൽ അന്നുവരെ, ക്രിസ്തുവിന്റെ കാഹളമെങ്കിൽ അന്നുവരെ, അത് അവസാനത്തോളം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവൻ. അവസാനത്തോളം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിന്റെ മരണം, അല്ലെങ്കിൽ യേശുവിന്റെ മടങ്ങിവരവിന്റെ അന്ന് നിന്റെ ജീവൻ എന്നുവരെയുണ്ടോ അന്നുവരെ വിശ്വസ്തയോടെ നിൽക്കുന്നവനെ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഇത് ത്രികാല രക്ഷ, രക്ഷയുടെ ത്രികാലം. ഇന്ന് രാത്രി കർത്താവിന്റെ വചനം കേട്ടു, യേശുവിനെ കർത്താവ് ഏറ്റു പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ ഓർക്കും മതി സ്വർഗത്തിൽ പോകും. ഇല്ല, ഇല്ല, ഇല്ല. രക്ഷിക്കപ്പെട്ടവൻ ദിനം പ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടവൻ പറഞ്ഞ വാക്ക് ദിനം പ്രതി ജീവിതത്തിൽ കൊണ്ടുവരണം. എന്താ കൊണ്ടുവരണത്? യേശുവിനെ കർത്താവെന്ന്. ഒന്നുകൂടി പറഞ്ഞാൽ, കാന്തയുടെ കടമ പിന്നെ സംസാരിക്കുന്നത് മുഴുവൻ വല്ലവനെ കുറിച്ചാകരുത്, കാന്തനെ കുറിച്ചാകണം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെണ്ണിനെ മുൻപിൽ കൂടി ചിലപ്പോൾ അതിനേക്കാൾ സുന്ദരനെന്ന് തോന്നുന്ന, അതിനേക്കാൾ പ്രൗഢഗംഭീരമായ അവസ്ഥയുള്ളവനൊക്കെ പോയെന്ന് വരാം. ഒരുപക്ഷെ അതിനേക്കാൾ നിറമുള്ളവൻ, പൊക്കമുള്ളവൻ, പണമുള്ളവൻ, സൗന്ദര്യമുള്ളവനൊക്കെ പോയെന്ന് വരാം. പക്ഷെ അവളെ ചിന്തയും ശ്രദ്ധയും സംസാരവും അവളെ നിരൂപണവും മുഴുവനും ആ പോകുന്നവരെ കുറിച്ചാകരുത്. അതിലെ കാര്യസ്ഥന് പിതാവ് നിയോഗിച്ചേക്കുന്നത് അവളെ മുഴുവൻ
ചിന്തയും മുഴുവൻ ആലോചനയും അവൾക്കു വേണ്ടി വിവാഹ നിശ്ചയത്തിന് മോതിരമിട്ട് കൊടുക്കുവാൻ വന്ന, അവൾ വാക്കുപാലിക്കുവാൻ കടപ്പെട്ട ആ കാന്തനെ കുറിച്ച് മാത്രമായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചേ. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ ദിനം പ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ആ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ടവർ ദിനം പ്രതി രക്ഷിക്കപ്പെട്ടുവെന്ന ബോധത്തോടെ ജീവിച്ചാൽ മാത്രം പോരാ. ദൈവം അവർക്ക് കൊടുത്തേക്കുന്ന പുസ്തകമായ ബൈബിൾ എന്ന നിയമത്തിന്റെ പുസ്തകത്തെ അരച്ചു വലിച്ചു കുടിച്ച് അതിന്റെ വ്യവസ്ഥയിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? 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 ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെന്ത് ചെയ്യണം? ഉത്തരം വേറെയൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടവർ വചനത്തിന്റെ കൽപ്പന അനുസരിക്കണം. എന്തനുസരിക്കണം? വചനത്തിന്റെ കൽപ്പന. ഇത് കേൾക്കുന്നവരാരൊക്കെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറയാം. രക്ഷിക്കപ്പെട്ട വ്യക്തി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പറയാതെ പ്രസംഗം നിർത്തില്ല. കാരണം സമയം എത്ര പോയാലും ഈ വിഷയം മുൻപിൽ കൊണ്ടുവരാതെ പ്രസംഗം നിർത്താൻ എനിക്ക് സാധ്യമല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തി സ്നാനപ്പെടണം. അപ്പൊ പാസ്റ്ററെ, രക്ഷിക്കപ്പെട്ടവരാണോ സ്നാനപ്പെടേണ്ടത്? അതിന് തെളിവ് ഇത് കാന്തയുടെ ഒരുക്കമാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 5-6 മുദ്ര പൊട്ടിക്കാനുള്ള വിഷയത്തെ കൊണ്ടുവരണം. 7ാം മുദ്ര പൊട്ടിക്കാൻ സമയം കിട്ടുമെന്ന് തോന്നില്ല. 6ലേക്കും എത്താൻ പറ്റിയ ഭാഗ്യം. പക്ഷെ കാന്തയുടെ ഒരുക്കം പറയാതെ 5ലേക്ക് കയറാൻ പറ്റില്ല. കാരണം ഒരുക്കപ്പെട്ട കാന്തയെ സ്വീകരിച്ചിട്ട് പിന്നെ സംഭവിക്കാൻ പോകുന്ന സംഭവമാ 5ാം മുദ്ര, അഥവാ എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന്റെ രൂപം തുടങ്ങാൻ പോകുക. അതുകൊണ്ട് അതിനു മുൻപ് ഒരുക്കപ്പെട്ട കാന്ത പോകണം. അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ വചനപ്രകാരം ഓർപ്പിച്ചു തരണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് കാര്യത്തെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. അത് ശരിയാണോ എന്നറിയേണ്ടതിന് സ്നാനത്തെ കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാ. എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊന്ന് ഓർപ്പിക്കാൻ പോകുക. സ്നാനം എന്താണ്? സ്നാനം എന്താണ്? ഇത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. സ്നാനപ്പെട്ടവരും ശ്രദ്ധിക്കണം. വായിക്കു കുഞ്ഞേ, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 29-ഉം 30-ഉം വേദവാക്യം വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 29-30 വേദവാക്യം. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. എങ്കിലും പരീശന്മാരും ശാസ്ത്രിമാരും സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ശ്രദ്ധിക്കേ, ഞാൻ അതിലെ ആശയമൊന്നും എടുക്കുന്നില്ല. ഒരൊറ്റ വാക്കേ എടുക്കുന്നുള്ളൂ. ദൈവത്തിന്റെ ആലോചന അവർക്ക് വൃഥാവാക്കി. സ്നാനം ഏൽക്കാതിരുന്നാൽ വൃഥാവാക്കുന്നത് പാസ്റ്റർ ജെയിംസ് അമ്പോളിന്റെ ആലോചനയല്ല, റസൽ പാസ്റ്ററുടെ ആലോചനയല്ല, ബഥേൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ആലോചനയല്ല, ഈ ലോകത്തിന് ഒരു മനുഷ്യന്റെയും ആലോചന അല്ല. അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കുന്നു. എവിടെ എഴുതി വെച്ചേക്കുന്നു? ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചേക്കുന്നു. ദൈവത്തിന്റെ ആലോചന അവർ വൃഥാവാക്കി. എന്തേൽക്കാതെ? സ്നാനം ഏൽക്കാതെ. അപ്പൊ സ്നാനം എന്താണ്? ബൈബിൾ കൃത്യമായി പറയുന്നു, ഇത് ദൈവത്തിന്റെ ആലോചനയാ. അപ്പൊ സ്നാനം എന്താ? ദൈവത്തിന്റെ ആലോചന. ഇത് പെന്തക്കോസ്തിന്റെ ആലോചനയല്ല,
ഇത് പെന്തക്കോസ് ഉപദേശിമാരുടെ വയറ്റിപ്പഴപ്പിന്റെ ആലോചനയല്ല. നിങ്ങൾ മുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. സർവശക്തനായ ദൈവത്തിന്റെ, ഒന്നുകൂടി പറയാം, അണ്ടകടാകത്തിന് നിർമ്മിതാവും അഖിലാണ്ടത്തിന് സൃഷ്ടിതാവും സർവചരാചരത്തിനെയും ഉടമസ്ഥനുമായ എന്റെ കർത്താവിന്റെ, എന്റെ ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം. ഹല്ലേലൂയ. അപ്പൊ സ്നാനം ദൈവത്തിന്റെ ആലോചനയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററേ, ദൈവത്തിന്റെ ആലോചന വൃഥാവാക്കിയാൽ എന്ന് പറഞ്ഞ് നിരസിച്ചാൽ, അംഗീകരിക്കാതിരുന്നാൽ, വൃഥാവാക്കി എന്ന് പറഞ്ഞാൽ വില കൊടുക്കാതിരിക്കുക, നിസാരവൽക്കരിക്കുക, അതിന് സ്ഥാനം കൊടുക്കാതിരിക്കുക, ഇതൊക്കെയാ വാക്കിന്റെ അർത്ഥം. അപ്പൊ ദൈവത്തിന്റെ ആലോചനയെ വില കൊടുക്കാതെ നിരസിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ, വല്ല ശിക്ഷയുമുണ്ടോ? ഉണ്ടോ എന്നല്ല, ഉണ്ട്. എന്താ ശിക്ഷ? പ്രതീക്ഷിക്കാത്ത 3 ശിക്ഷ. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. വായിക്കാം. 107-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. 107-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. നിർത്തി വായിക്കല്ലേ, ഒറ്റ വാക്കിൽ വായിച്ചോ. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട്, ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും. മക്കളെ, നിങ്ങൾ പെന്തക്കോസ്തിനോട് മത്സരിച്ചോ? ഉപദേശിമാരോട് മത്സരിച്ചോ? പാസ്റ്റർമാരോട് മത്സരിച്ചോ? ഒരുപക്ഷെ വീട്ടുകാരോട് മത്സരിച്ചോ? ഒരുപക്ഷെ പാർട്ടിക്കാരോട് മത്സരിച്ചോ? പക്ഷെ ദൈവത്തോട് മത്സരിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആരാണെങ്കിലും, നീ എത്ര ഉന്നതനാണെങ്കിലും, എത്ര കേമനാണെങ്കിലും ദൈവത്തോട് മത്സരിക്കരുതേ. ഹല്ലേലൂയ. വായിക്കും മോളെ. ഇരുളിലും മോളെ വായിക്കാൻ പറഞ്ഞ ആ വാക്യം ആരംഭത്തിൽ പിന്നെ വായിക്കണം. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും, ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ, അത്യുന്നതന്റെ, ഉന്നതങ്ങളിൽ ഉന്നതൻ ആരാ? ദൈവം. അത്യുന്നതന്റെ ആലോചനയോടെ നിരസിക്കുകയും ചെയ്താൽ, കണ്ടോ സ്നാനം എന്താന്നാ ഞാൻ പറഞ്ഞത്? ദൈവത്തിന്റെ, നിങ്ങൾ ഇവിടെ ഉണ്ടോ പറ, ദൈവത്തിന്റെ ആലോചന. ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതൻ ദൈവം ദൈവത്തിന്റെ ആലോചനയെ നിരസിക്കുകയും വൃഥാവാക്കുകയും തള്ളിക്കളയുകയും വില കൊടുക്കാതെയും ഇരിക്കുകയും ചെയ്തിട്ട് ചെയ്തവർ കിട്ടിയ 3 ശിക്ഷ. അടുത്തത് വായിക്കേ. ഇരുളിലും, ഒന്ന്, ആ നിരസിക്കുന്നവൻ ഇരുളിലാകും. എന്താ ഇരുള്? കാഴ്ചകൾ മങ്ങും, മുൻപോട്ടുള്ള യാത്രകൾക്ക് തടസ്സം വരും, കാഴ്ചകൾ മങ്ങും, ഇരുട്ടാകും. അടുത്തത് അന്ധതമസ് എന്ന് പറഞ്ഞാൽ മുൻപോട്ടുള്ള വഴികൾ മുഴുവനും അടയപ്പെട്ടു, മുൻപോട്ടുള്ള ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മൊത്തം നഷ്ടപ്പെട്ടു. പ്രതീക്ഷിച്ചു ചെല്ലും പക്ഷേ നഷ്ടം, പ്രതീക്ഷിച്ചു പോകും പക്ഷേ നഷ്ടം, പോകുന്ന വഴി മൊത്തം അന്ധതമസ്. ജീവിതം മുരടിക്കുന്നു, ജീവിതം നരകതുല്യം. എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ സ്വസ്ഥതയില്ല. കാശിഷ്ടം പോലെ വരുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ വാങ്ങിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇല്ല. മക്കൾ നല്ലതായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്, പക്ഷെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. എല്ലാം ഉണ്ട്, പക്ഷെ മുൻപിൽ മൊത്തം അന്ധതമസേ. തീർന്നില്ല. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം, ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം. അരിഷ്ടത. ജീവിതത്തിൽ ഗതി പിടിക്കുന്നില്ല. ആര് നോക്കിയാലും കുഴപ്പമില്ല, ആര് കണ്ടാലും കുഴപ്പമില്ല, പക്ഷെ കുടുംബത്തിനകത്ത് വരുമ്പോൾ നീറുന്ന അവസ്ഥ. വെച്ച വീട് മനോഹരം, നാട്ടുകാർ നോക്കുമ്പോൾ മനോഹരം, പക്ഷെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. സ്വന്തക്കാർ പറയും, സ്വന്തം വീട്ടിൽ ഉടമസ്ഥർ പറയും, എന്റെ വീട്ടിൽ കേറും വര ഞാൻ നല്ല
നല്ലതായിരുന്നു, കേറി കഴിയുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. കുഞ്ഞേ, ദൈവത്തിന്റെ ആലോചന തിരസിച്ചാൽ നിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ശിക്ഷകൾ ചില്ലറയല്ല. നിന്റെ ജീവിതത്തിലെ പലതിൻ്റെയും ദോഷത്തിന്റെ പിൻപിൽ ഒറ്റ ചിന്തയെ ബൈബിൾ പറയുന്നുള്ളൂ. നീ ദൈവത്തിന്റെ ആലോചനയോടാണ് മത്സരം കാണിക്കുന്നത്. പാസ്റ്റർമാരോട് കാണിച്ച കുഴപ്പമില്ല മക്കളെ, എന്നാൽ ദൈവത്തോട് കാണിക്കരുത്. ബൈബിൾ വാക്കുണ്ട്, മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് ഉചിതമല്ല. അപ്പോൾ ദൈവത്തിന്റെ ആലോചനയാണ് എന്ത്? സ്നാനം. അടുത്തത് വായിച്ചാട്ട് മത്തായി സുവിശേഷം, നിങ്ങൾക്കറിയാവുന്ന വാക്കാ, പക്ഷെ ഞാൻ വായിപ്പിക്കുക. 28-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യം വായിച്ചേ. മത്തായി സുവിശേഷം 28, 18 മുതൽ 20 വരെ. യേശു അടുത്തു ചെന്നു. കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ശേഷം പലർക്കും പ്രത്യക്ഷനായി, ദിവസങ്ങളോളം ഭൂമിയിൽ പാർത്തു. അനന്തരം ശിഷ്യന്മാരുമായി യേശു ഒലിവുമലയിലേക്ക് കയറിപ്പോയി. ഒലിവുമലയിൽ ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ യേശു അവർക്ക് അന്ത്യകൽപ്പന കൊടുക്കുക. എന്താ അന്ത്യകൽപ്പന എന്ന് പറഞ്ഞാൽ? ഈ ഭൂമിയിൽ വെച്ച് താൻ കൊടുക്കുന്ന അവസാനത്തെ കൽപ്പന. ഒരു വ്യക്തി മരിക്കാൻ കിടക്കുമ്പോൾ പറയുന്ന മൊഴിക്ക് പറഞ്ഞ പേരാ മരണമൊഴി. കാരണം പിന്നെ തനിക്ക് സംസാരിക്കുവാൻ കഴിയും എന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന നിങ്ങൾക്കറിയാം. കോടതിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു തെളിവാണ് മരണമൊഴി, അല്ലേ? മരണമൊഴി എന്ന് പറഞ്ഞാൽ അവസാനം ആ വ്യക്തി പറഞ്ഞ മൊഴി കോടതിക്ക് വളരെ വില കൊടുക്കുവാൻ കഴിയുന്നതാ. അതുപോലെ ഈ ഭൂമിയിൽ നിന്ന് കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യാൻ പോകും മുൻപ് തന്റെ കൂടെ നിന്ന് ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് അവർക്ക് കൊടുത്ത അന്ത്യകൽപ്പന, അതാണ് മോള് വായിക്കുന്നത്. 18 മുതൽ വീണ്ടും വായിച്ചേ. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും. ഈ വാക്യം കണ്ടിട്ട് ചില ക്രിസ്ത്യാനികൾ ചോദിക്കും, സ്നാനം ജാതികൾക്കല്ലേ, ക്രിസ്ത്യാനിക്കല്ലല്ലോ? ജാതിക്കല്ലേ, ക്രിസ്ത്യാനിക്കല്ലല്ലോ? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാട്ടോ, ഈ ബൈബിളിലെ പല വാക്കുകളും ജൂതന്മാർക്കു വേണ്ടി ചിന്താഗതി വരുത്താൻ. കാരണം യേശുവിന്റെ ശിഷ്യന്മാർ മുഴുവൻ യഹൂദന്മാരാ. യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് യേശു സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ജാതികൾക്ക് എന്ന് പറയുമ്പോൾ ആ സംശയം വരുവാൻ സാധ്യത നമുക്കുണ്ടെന്ന് മത്തായി സുവിശേഷം എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടല്ല. മത്തായി സുവിശേഷം എഴുതും മുൻപ് എഴുതിയ ഒരു സുവിശേഷമുണ്ട്. സുവിശേഷത്തിൽ ആദ്യം കാണുന്നത് മത്തായി സുവിശേഷമാ. പക്ഷെ ആദ്യം എഴുതിയത് മത്തായി സുവിശേഷമല്ല, മർക്കോസിന്റെ സുവിശേഷമാ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചേ. 16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അടുത്ത വാക്ക്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെയും നടക്കും. 15-ാം വാക്യം. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോടുമെന്ന് മത്തായി പറഞ്ഞപ്പോൾ
മർക്കോസ് ആ ജാതി ആരെന്ന് എടുത്തു പറഞ്ഞു. ആ ജാതിയെ എടുത്തു പറയുക സകല സൃഷ്ടികളോടും. അപ്പം മനുഷ്യനായി ഭൂമിയിൽ പിറക്കപ്പെട്ട മുഴുവൻ പേരെയും ചേർത്തുകൊണ്ടാണ് സകല സൃഷ്ടികളോടും എന്ന് പറഞ്ഞത്. പിന്നെ എന്തിനു മത്തായി ജാതികൾ എന്ന് പറഞ്ഞു? കാരണം പറയാം, യഹൂദൻ ജാതി എന്ന രണ്ടു കൂട്ടരെ അന്ന് ലോകത്തിലുള്ളൂ. അതിനുശേഷമാ ക്രിസ്ത്യാനികൾ ഉണ്ടായത്, അതിനുശേഷമാ ക്രിസ്തീയ കൂട്ടം വന്നത്, അതിനുശേഷമാ സഭയുടെ അന്തരീക്ഷം വന്നത്, അതിനുശേഷമാണ് പെന്തക്കോസ്ത് നാളിൽ ആരംഭം കുറിച്ച സഭയുണ്ടായത്. അതിനു മുൻപേ ജാതിയും യഹൂദനും മാത്രം. അത് ചരിത്രം വേറെയാ. അപ്പൊ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനത്തെ കുറിച്ച് മത്തായി പറയുമ്പോൾ പറയുന്നു സകല ജാതികളെയും എന്ന് പറഞ്ഞാൽ യഹൂദ ജാതിയാണെങ്കിലും യവന ജാതിയാണെങ്കിലും മനുഷ്യജാതിയായ മുഴുവൻ എണ്ണത്തെയും നിങ്ങൾ പോയി സത്യമറിയിച്ച് സ്നാനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഇതെന്താന്നാ ഞാൻ പറഞ്ഞത്? കർത്താവിന്റെ യേശുവിന്റെ കൽപ്പന, യേശുവിന്റെ അന്ത്യകൽപ്പന. അപ്പൊ ഒരു ചോദ്യം, മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ആലോചന നിരസിച്ച വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന് കണ്ടു. ഇനി അടുത്തത്, കർത്താവിന്റെ കൽപ്പന നിരസിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന് നോക്കാം. എടുക്കെ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. അവൻ ആരാ? കർത്താവ് യേശു, ദൈവം. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന് പറയുകയും ഇന്ന് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ക്രൈസ്തവ വിഭാഗം മുഴുവനും പറയുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ കൽപ്പന അംഗീകരിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വില കൊടുക്കുന്നു. എന്നാൽ വചനം എന്താ പറയുന്നത്? ഒന്നുകൂടി ആ വാക്യം വായിച്ച മോളെ. അവന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ കൽപ്പനകളെ, കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. ഞാൻ പറഞ്ഞു ഒന്നുകൂടി വായിക്കുമ്പോൾ ആ വാക്യം ആദ്യം മുതൽ വായിക്കണം. വായിക്കൊന്നുകൂടി. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. കണ്ടോ, കൽപ്പനകൾ പ്രമാണിക്കുന്നവനാണ് ആരെ അറിയുന്നത്? കർത്താവിനെ അറിയുന്നത്. അപ്പൊ കർത്താവിനെ അറിയുന്നവൻ എന്തറിയണം? കൽപ്പന അറിയണം. ഇനി അടുത്ത വാക്ക് വായിച്ച മോളെ. അടുത്ത വാക്ക്, അവനെ അറിയുന്നു എന്ന് പറയുകയും അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇരിക്കാൻ ചെയ്യുന്നവൻ കള്ളനാകുന്നു. എന്താകുന്നു? കള്ളനാകുന്നു. ഉറക്കെ പറ. കള്ളനാകുന്നു. ആരാ കള്ളൻ? യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും, യേശുവിനെ കുറിച്ച് പാടും, യേശുവിനെ പ്രാർത്ഥിക്കും, പക്ഷെ യേശുവിന്റെ കൽപ്പന അംഗീകരിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു അവൻ